ഹായ് ഓൾ, ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നമ്മുടെ ഓണം കിടിലനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തലേദിവസം തന്നെ കുറച്ച് പൂക്കളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് പിറ്റേ ദിവസം പൂക്കളിടാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ കുർബാന ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുർബാനയ്ക്ക് പോയിട്ട് അതിനുശേഷം അവിടെ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ഓണത്തിനോടനുബന്ധമായ കുറച്ച് കളികളൊക്കെ ഉണ്ടായിരുന്നു. വടംവലിയും കുസാര ചുറ്റിലും അതുപോലെ തന്നെ നമ്മുടെ ലെമൺ ആൻഡ് സ്പൂൺ റേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിട്ട് സദ്യ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാറും അവിയലും അങ്ങനെ കുറച്ച് കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കി. നമ്മൾ പാലട പായസമാണ് കേട്ടോ പായസത്തിൽ ഉണ്ടാക്കിയത്. ഇൻ ബിറ്റ്വീൻ അനീത്തി പൂക്കളിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ നിയർ ബൈ ആയിട്ടുള്ള സ്ഥലത്തു നിന്നൊക്കെ പറിച്ചിട്ട് വന്നു. എന്നിട്ട് നമ്മൾ ഫ്രീ ആയപ്പോൾ തന്നെ നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് പൂക്കളൊക്കെ ഒരുക്കി പൂക്കൾ നമ്മൾ പ്രിപ്പയർ ചെയ്തു കേട്ടോ. ഇൻ ബിറ്റ്വീൻ നമ്മുടെ പൂക്കൾ കുറച്ച് തീർന്നു പോയി. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു സ്ഥലത്തൊക്കെ പോയി പൂക്കളൊക്കെ പറിച്ചിട്ട് വന്നിട്ട് നമ്മൾ പൂക്കളിട്ടു കേട്ടോ. അപ്പോൾ അടുത്തുള്ള വീട്ടിലെ പയ്യനാണ് കേട്ടോ ഇത്. അവന് നമ്മുടെ കൂടെ വന്നായിരുന്നു. അവനും നമ്മളെ ഹെൽപ്പ് ചെയ്തായിരുന്നു പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. ഓണസദ്യ കഴിച്ചു. നമ്മുടെ സാമ്പാറും അവിയലും കറികളും എല്ലാം ചേർത്തിട്ട് നല്ലൊരു സദ്യയും കഴിച്ചു. അതുപോലെ തന്നെ പാലട പായസവും കുടിച്ചു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി പായസമായിരുന്നു കേട്ടോ എന്തായാലും. അതിനുശേഷം നമ്മളെല്ലാവരും ഒന്നിച്ച് നമ്മളൊരു വെൽ ഡ്രസ്ഡായിട്ട് നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, സാരിയും സെറ്റ് സാരിയും ഒക്കെ എടുത്തിട്ട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഫാമിലിയായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ക്യാപ്ചർ ചെയ്തു. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇത്തവണത്തെ ഓണം. അങ്ങനെ നമ്മുടെ ഓണം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടോ. നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു?